നമസ്കാരം. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും മുള്ളിനും സൗരഭ്യം എന്നൊരു പഴഞ്ചൊല്ലാണ് ഇവിടെ പ്രസക്തമാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ സയറിനെ പറ്റിയാണ്. പുള്ളിക്കാരി ഇപ്പൊ വിഴിഞ്ഞം ഡയറക്ടർ, അതായത് വിഴിഞ്ഞം തുറമുഖ വകുപ്പ് കമ്പനിയുടെ ഡയറക്ടർ. നാളെ ഭർത്താവിനേക്കാൾ വലിയ രാഷ്ട്രീയക്കാരി ആയാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അവർ അടുത്ത കാലത്തായി കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരം കാണുമ്പോൾ അതാണ് തോന്നിപ്പോകുന്നത്. സോഷ്യൽ മീഡിയകളിൽ താരമായാൽ എല്ലാം ആയി എന്ന ബോധമാണ് അവരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ നയിക്കുന്നത്. സംസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി IAS ഓഫീസർമാരുണ്ട്. അവരാരും തന്നെ ഞങ്ങൾ വഹിക്കുന്ന സ്ഥാനത്തിന്റെ അന്തസ്സ് വിട്ട് പെരുമാറുകയോ സോഷ്യൽ മീഡിയകളെ വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദിവ്യ സയർ എന്ന ഈ യുവതി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു IAS ഓഫീസർ ആണെന്നും കാര്യം ഇവര് മറന്നുപോയി. ഇങ്ങനെ സംസ്ഥാനത്തെ മറ്റ് IAS IPS ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ എന്താകും നമ്മുടെ ഭരണത്തിന്റെ അവസ്ഥ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പുലർത്തിപ്പോരുന്ന പെരുമാറ്റ രീതികൾ നിലവിലൊരു ചട്ടമാണ്. അതിൽ നിന്നും വ്യത്യസ്തമാകാൻ ശ്രമിക്കുന്നു ആരായാലും ആ പദവിയുടെ അന്തസ്സിന് തന്നെ കോട്ടം തട്ടുന്നതാണ്. മുഖ്യമന്ത്രിയുമായും കുടുംബാംഗങ്ങളുമായും മാത്രമല്ല, മറ്റു ചില ഇടതുപക്ഷ നേതാക്കളുമായും വ്യക്തിപരമായ അടുപ്പം പുലർത്തി മുന്നോട്ട് പോകാൻ ദിവ്യ സയർ പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട്. ഇത് അസാധാരണമായ ഒരു കാഴ്ചയാണ് നിലവിൽ കണ്ടുവരുന്നത്. സംസ്ഥാനത്തെ മറ്റൊരു IAS ഓഫീസറും പിന്തുടരാത്ത ഒരു രീതി. ഭർത്താവ് കോൺഗ്രസ് നേതാവായാൽ സർവീസിൽ ഒതുക്കപ്പെടുമോ എന്നൊരു പേടി കൊണ്ടാണോ ദിവ്യ സയർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിലവിലത്തെ ദിവ്യ സയറുടെ പക്വതയില്ലായ്മ കാണുമ്പോൾ. ഏറ്റവും ഒടുവിൽ മുൻ മന്ത്രിയും നിലവിൽ MP-യുമായ K. രാധാകൃഷ്ണനെ ദിവ്യ സയർ ആശ്ലേഷിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് ദിവ്യ സയർ K. രാധാകൃഷ്ണനെ ചെന്ന് കാണുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചത് അദ്ദേഹം സർവീസിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് MP ആയി ഡൽഹിയിലേക്ക് പോവുകയാണ്, ലോക്സഭയിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു ബ്യൂറോക്രാറ്റ്സ് എന്ന നിലയിൽ, ഒരു IAS എന്ന നിലയിൽ, കാരണം ദിവ്യ സയർ പത്തനംതിട്ട കളക്ടർ ആയിരുന്നപ്പോൾ രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അങ്ങനെ ശബരിമലയിൽ വെച്ചുള്ള ബന്ധം മുമ്പ് സ്വാഭാവികമായിട്ടൊരു ബൊക്ക അല്ലെങ്കിൽ ഒരു പൂച്ചെണ്ടൊക്കെ കൊടുത്ത് ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയാണ് ദിവ്യ സയർ അവിടെ കാണിച്ചത്. ദിവ്യ സയർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കൂടുന്ന ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിക്കുന്ന രീതി വരെ ദിവ്യ സയർ ചെയ്തു. പച്ച മനുഷ്യനൊരു ഹൃദയക്ലേശം എന്ന തലക്കെട്ടും ദിവ്യ സയർ അങ്ങനെ കൊടുത്തു. അതിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന ഒരാളെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാളി സ്ത്രീകൾക്ക് കഴിയാറില്ല. ഈ ചിത്രം കണ്ടപ്പോൾ വളരെ സന്തോഷമായി എന്ന് ദിവ്യയുടെ ഫോണിലേക്ക് ഒട്ടേറെ വനിതകളുടെ അഭിനന്ദനങ്ങൾ വന്നു. അത് ദിവ്യ പറയുന്നുണ്ട്. അത് ദിവ്യ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പത്തനംതിട്ട കളക്ടറായിരുന്നപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണനൊപ്പം ആദിവാസി മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച കാലത്താണ് അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണെന്ന് മനസ്സിലായതെന്നും ദിവ്യ പറയുന്നുണ്ട്. MP ആയതിനെ തുടർന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാധാകൃഷ്ണൻ രാജിവെച്ച ദിവസം ഭർത്താവ് KS ശബരിനാഥനും കുടുംബാംഗങ്ങൾക്കുമൊപ്പം മന്ത്രി വസതിയിൽ എത്തിയപ്പോഴാണ് ഈ ചിത്രം പകർത്തിയിരുന്നത്. ഇതിൽ നിന്നും തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഓൺലൈൻ തിരക്കഥയാണ് മന്ത്രിയുടെ വീട്ടിലെത്തുന്നതും ഇത്തരം ഒരു ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് വൈറലാകാം എന്നുള്ള ഒരു തീരുമാനം. ഈ പ്രവൃത്തി ഒരു IAS ഓഫീസർക്ക് ചേർന്നതാണോ എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. പഠിക്കുന്ന കാലയളവിൽ SFIയിലൂടെ കോളേജ് യൂണിയൻ ചെയർമാനായ IAS-കാരനും മുമ്പ് KSU-കാരിയായിരുന്ന IAS ഓഫീസറും യൂണിവേഴ്സിറ്റി കോളേജിൽ മുൻ SFI-കാരനായിരുന്ന IPS ഓഫീസറുമെല്ലാം ഇപ്പോഴും കേരള കേഡറിൽ നെഞ്ചി വിരിച്ചിരിപ്പുണ്ട്. ഇവരാരും തന്നെ പദവികൾക്ക് വേണ്ടി സിവിൽ സർവീസിന്റെ മാന്യതയും ഔദാര്യവും ഒന്നും ആരുടെ അടുത്തും പോയി ചോദിക്കാറില്ല. ഇത്തരം ലോ ക്ലാസ് വിദ്യകളിലൂടെ ദിവ്യ സയർ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയായാലും അത് സിവിൽ സർവീസിന് തന്നെ നാണക്കേടാണ്. കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായിട്ട് അനധികൃതമായി ഭൂമി പതിച്ചു നൽകിയ വിവാദത്തിൽപ്പെട്ടിട്ടും അതൊന്നും തന്നെ ദിവ്യ സയറുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. ആ ഔദ്യോഗിക ജീവിതത്തിന്റെ എന്ത് അർത്ഥത്തിലാണെന്നറിയില്ല. ഇപ്പോഴും ജില്ലാ കളക്ടറായിട്ടും വിഴിഞ്ഞം തുറമുഖ വകുപ്പ് കമ്പനിയുടെ ഡയറക്ടറുമായിട്ട് സുഖിച്ച് ദിവ്യ സയർ ഇപ്പോൾ വിഴിഞ്ഞത്തിരിപ്പുണ്ട്. സീനിയർ IAS ഓഫീസർ ഇരിക്കേണ്ട കസേരയിലാണ് താരതമ്യേന ജൂനിയർ ആയ IAS ഉദ്യോഗസ്ഥ ഇരിക്കുന്നതും ശ്രദ്ധേയമാണ്. ദിവ്യ സയറിനെ പോലെ മറ്റ് IAS ഉദ്യോഗസ്ഥർ നേടിയ വനിതകളുണ്ട്. നവജ്യോതി സിംഗ് ഘോഷയും ഷീബയും ഉൾപ്പെടെ, ഷീബ ജോർജും അഫ്സാന സതീഷും ഉൾപ്പെടെയുള്ള ഒരുപാട് IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഇരുന്നിട്ടുണ്ട്. അവരാരും ഇതുപോലത്തെ തരം താഴ്ന്ന മിഡിൽ ക്ലാസ് കൾച്ചർ ഇല്ലാത്ത സംസ്കാരമൊന്നും അവരാരും കാണിച്ചിട്ടില്ല. IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്, അല്ലാതെ
ഇന്ത്യൻ ആക്ടിംഗ് സർവീസ് എന്ന് അല്ല പറയേണ്ടത്. IAS എന്ന് വെച്ചാൽ ജനങ്ങളെ സേവിക്കുക. അതാണ് IAS ഉദ്യോഗസ്ഥന്റെ ഒരു ബ്യൂറോക്രാറ്റിന്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അത് പറ്റില്ലെങ്കിൽ രാജിക്കത്ത് എഴുതി പേഴ്സണൽ മന്ത്രാലയത്തിന് കൊടുക്കുക. എന്നിട്ട് ശബരിനാഥിനെ പോലെ കോൺഗ്രസിലേക്കോ CPM-ലേക്കോ BJP-ലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ പോവുക, ജനങ്ങളെ ഭരിക്കുക. അല്ലാതെ IAS എന്ന ഒരു ഉന്നത പദവിയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലത്തെ പക്വതയില്ലായ്മയും കോപ്രാന്തരങ്ങളും കാണിച്ചു കൂട്ടാനല്ല കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം തരുന്നത്. ഒരുപാട് മന്ത്രിമാരെ കാണും, ഒരുപാട് പ്രതിപക്ഷ നേതാക്കളെ കാണും, ഒരുപാട് വ്യക്തികളെ കാണും. പക്ഷേ അതെല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക്. അല്ലാതെ കൂടുതലായിട്ട് ചെന്ന് IAS-ന്റെയും സ്വന്തം വിലയും കളയരുത് എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.